എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. നല്ല വിജൃംഭിച്ച പടികൾ, സംഗതി കൊള്ളാം. ശാന്തമായ സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ നിനക്കെന്തിനാ ഇത്രയും വലിയ കൊട്ടാരം? എന്തിന്? കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിക്കാൻ. അല്ലാതെ ഇതിന്റെ 10-1 കോസ്റ്റിന് ബാംഗ്ലൂരിലെ നല്ല 1ാം ക്ലാസ് വില്ല ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ. ഇത് കാണിക്കാനാണോ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് നീ പറഞ്ഞത്? മുംബൈയിൽ ഇപ്പൊ പല്ലുവേദനയുടെ സീസണാ. 4 കാശ് കിട്ടുന്നത് കളഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, അറിയാമോ? ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കാൻ നീ ആരാ? കൊച്ചി രാജാവ്? എടാ, ഇത് എനിക്ക് താമസിക്കാനല്ല. പിന്നെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ നല്ലൊരു ഹോട്ടലില്ല, റിസോർട്ടില്ല. ഞാൻ ഇതൊരു റിസോർട്ടാക്കാൻ പോവാ. നിനക്കെന്താ പ്രാന്ത? ഇവിടെ ഏത് ടൂറിസ്റ്റ് വരുമെന്ന് നീ പറയുന്നത്? ഒരുമാതിരി ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയം പോലെയല്ല, ഒരു വിധത്തിൽ ഭാർഗവി നിലയം തന്നെയാ. ഭാർഗവി നിലയത്തില് ഒറ്റ പ്രേതമാ, പക്ഷെ ഇവിടെ പ്രേതങ്ങള് 3. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാ. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാ. വാങ്ങിയവന്മാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മദാമയ്ക്ക് തന്നെ തിരിച്ചു വെച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്താ കാര്യം? പ്രേതങ്ങളുടെ ശല്യം. ചുമ്മാരി. എന്താ, നിനക്ക് പേടിയുണ്ടോ? ഏയ്, എവര് പേടിക്കും. എന്നാ പേടിക്കാൻ വരട്ടെ. പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് ഈ ദൊരോത്തി മാതാമ അവരുടെ കെട്ടിയവും സായിപ്പനെയായിരുന്ന കാമുകയും ഡ്രൈവറെയും വെട്ടി നുറുക്കി പെട്ടിയിലാക്കിയിട്ട് ഇവിടെ പിന്നാമ്പുറത്തെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു അത്രേ. ഈ 3 പേരുടെ പ്രേതങ്ങളാ. അതിനുശേഷം ഈ കൊട്ടാരത്തിൽ ആരെയും തങ്ങാൻ അനുവദിക്കാത്തത്. രാത്രിയായ കാറ്റായും കറുത്ത പൂച്ചയായും നിഴലായും കടവാവലായും ഒക്കെ ഇവിടെ എല്ലാം അറിഞ്ഞു തിരിയും. കൈ കിട്ടിയ വലിച്ചു കയറി ചോര കുടിച്ച് കിണറ്റിലേക്ക് വലിച്ചെറിയും. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്താടാ, നിനക്ക് പേടിയായോ? പേടിയാ? മിണി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. അതും ഇല്ലാത്ത പ്രേതകഥ കേട്ടിട്ട്. അതല്ലടാ. എന്താടാ, നിനക്ക് ഇതിനൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിലും വിശ്വസിക്കണമെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് പേടിയുണ്ട്. ഇവന് പേടിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ കാര്യമില്ല. എന്താ പിന്നെ വാ, വെറുതെ ഇവനെ മാത്രം പേടിപ്പിക്കുന്നത്? പാവം.